ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് പറയുന്നത് 80% സെയിൽസ് പീപ്പിളും ഒന്നെങ്കിൽ ഓരോ കമ്പനിയിൽ നിന്ന് ഓരോ വർഷവും ഒഴിവാക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവർക്ക് റിസൈൻ ചെയ്യേണ്ടി വരുന്നു ആ ഒരു പെർട്ടിക്കുലർ ജോബിൽ നിന്ന്. ഒരു സെയിൽസിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹാബിറ്റാണ് അബ്സല്യൂട്ട് കൺവിക്ഷൻ. ഒരു സെയിൽസിൽ ഇരിക്കുന്ന ഒരാൾക്ക്, ഒരു സെയിൽസ്മാന് ആ പ്രൊഡക്റ്റിലോ സർവീസിലോ 100% ട്രസ്റ്റ് ഇല്ലെങ്കിൽ ഒരിക്കലും അയാൾക്ക് കൂടുതൽ സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. പല സെയിൽസിൽ ഇരിക്കുന്ന ആൾക്കാരുടെയും കൺവേർഷൻ റേഷ്യോ വളരെ കുറവായിരിക്കും. സെയിൽസിൽ ഇരിക്കുന്ന ആളുടെ കൺവേർഷൻ റേഷ്യോ കൂടണമെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ ഒന്നിച്ചു വന്നെങ്കിൽ മാത്രമാണ് കൺവേർഷൻ റേഷ്യോ കൂടുകയുള്ളൂ. ഒന്ന്, അയാൾക്ക് നല്ല സ്കിൽ ഉണ്ടായിരിക്കണം. സെയിൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു റിജക്ഷൻ ബേസ്ഡ് വർക്കാണ്. മനോഹരമായിട്ട് സെയിൽസ് പ്രസൻറ്റ് ചെയ്യാനുള്ള സ്കില്ല് വേണം, ഒബ്ജക്ഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള സ്കില്ല് വേണം, സെയിൽ ക്ലോസ് ചെയ്യാനുള്ള സ്കില്ല് വേണം. അപ്പോൾ കൺവേർഷൻ റേറ്റ് കൂടണമെങ്കിൽ ഒരു സെയിൽസിൽ ഇരിക്കുന്ന ആൾക്ക് നല്ല സ്കില്ല് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, നല്ല കൺവിക്ഷൻ ഉണ്ടായിരിക്കണം. ആ പ്രൊഡക്റ്റിലെ ആൾക്ക് അത്രയ്ക്കും ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം, സെൽഫ് ഇമേജ് ഉണ്ടായിരിക്കണം. നമ്മൾ ഒരു മിററിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒരു പ്രൗഡ് ഫീലോട് കൂടി നമുക്ക് കാണാൻ പറ്റണം. ഈ സെയിൽസിനെ പലപ്പോഴും പലരും ഒരു പ്രൗഡ് ഫീലോട് കൂടിയിട്ടല്ല കാണുന്നത് എന്നുള്ളതാണ്. സെയിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നോബിൾ പ്രൊഫഷനാണ്. നല്ല പോലെ സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് എത്ര വേണമെങ്കിലും പണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ 3 കാര്യങ്ങൾ ഒരുമിച്ചാൽ മാത്രമാണ് ക്ലോസിംഗ് റേഷ്യോ നന്നായിട്ട് കൂട്ടിയെടുക്കാൻ പറ്റുകയുള്ളൂ.